ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് കറക്കും തളിക ടാസ്ക് തന്നെയാണ് നടന്നത്. അടുത്ത സെറ്റ് വന്നു 3 പേര്, ആദില, ആര്യൻ, അക്ബർ. ഇവര് 3 പേരുമാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയത്. ഇവർ ആദ്യം തന്നെ ആ ഒരു സംഭവം കറക്കി സാധനത്തിന് സ്ക്രൂ അഴിച്ച് കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ പസിൽ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. പസിൽ അറേഞ്ച് ചെയ്യാൻ നല്ല സമയം എടുത്തു. 3 പേരും നല്ല ഒന്നാന്തരമായിട്ട് തന്നെ സമയമെടുത്താണ് പസിൽ ചെയ്തത്. ഇതിനിടയ്ക്ക് ആദില അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു, ആര്യന്റെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടായിരുന്നു. 2-3 തവണ നോക്കി കേട്ടോ. പക്ഷെ ബിഗ് ബോസ് ഒറ്റ തവണ മാത്രം ആദില കോപ്പി അടിക്കണ്ട എന്ന് പറഞ്ഞു. അനീഷിന്റെ അടുത്ത് ഒറ്റ തവണ പറഞ്ഞതേ ഉള്ളൂ. അതും അനീഷ് ജസ്റ്റ് ഒന്ന് കണ്ണ് വെട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. അതിലെ 3-4 തവണ നോക്കിയിട്ടും ബിഗ് ബോസ് ഒറ്റ തവണയെ പറഞ്ഞുള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ ഈ ഒരു ടാസ്കില് ഇപ്പൊ ആദ്യം പസിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില ഫിനിഷ് ചെയ്തു. പിന്നെ ആണ് ആര്യൻ തീർത്തത്. ആര്യന്റെയും പസിൽ അത്ര അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ആരുടെയാണെന്ന് പറഞ്ഞു. ആര്യന്റെയും പസിൽ അത്ര അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. 1-2 ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. എന്തായാലും ഈ ഒരു ടാസ്കിന്റെ പോയിന്റുകൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ടൈമിംഗ് വെച്ചിട്ട് തന്നെ ആയിരിക്കും നിശ്ചയിക്കുക. സാബുമാനാണ് അങ്ങനെ നോക്കിയാൽ ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അനുമോള, പിന്നെ അക്ബറും അനീഷും ഒക്കെ വരും. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് ഇതുവരെ. ഇനി 3 പേരും കൂടെ മത്സരിക്കാനുണ്ട്, നമുക്ക് നോക്കാം. ഇത് നല്ല കോൺസെൻട്രേഷൻ വേണ്ടി വന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ. നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. മനസ്സും ശരീരവും കൈയും ഒക്കെ ഒരേപോലെ പ്രവർത്തിച്ച് ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. എല്ലാവരും അവരുടേതായ രീതിയിൽ നല്ല മികച്ച രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ആണ്. ടിക്കറ്റ് ഫിനാലെ എന്തായാലും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.